കുഞ്ഞൂട്ടന്റെ കഥ തുടരുന്നു. അതെ, നിന്നെ ഇവിടെ എത്തിച്ചപ്പോൾ എൻ്റെ ജോലി തീർന്നു. ഇനി നീയായി നിന്റെ പാടായി. എനിക്ക് എൻ്റെതായ ജോലികൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നു. നേരം കിട്ടുമ്പോഴൊക്കെ നിനക്കും മഞ്ഞമുടിയൻ മുത്തച്ഛനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നന്ദിയുണ്ട് ചങ്ങാതി, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ. അവൻ കൈവീശി അരിപ്രാവിനെ യാത്രയാക്കി. അത് പറന്നുയർന്നു മേലെ ശകലങ്ങളിൽ മറയും വരെ അവൻ നോക്കി നിന്നു. തന്റെ പൊന്നച്ഛൻ എവിടെയാവും? അവൻ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരിടത്ത് കുറേ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അവരിൽ ചിലർ എന്തൊക്കെയോ പറയുന്നുണ്ട്, ചിലർ തലയിൽ കൈവെക്കുന്നുണ്ട്. അതെന്താവും? ഇനി വല്ല അത്യാഹിതവും? അവൻ അങ്ങോട്ടോടി. ഇളകിമറിയുന്ന കടലിലേക്ക് കണ്ണിവെക്കാതെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. തിരമാലകൾ ഒരാളോളം പൊക്കമുണ്ടപ്പോൾ. എന്തു പറ്റി? ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി മുന്നിൽ നിന്ന വൃതനോട് അവൻ ചോദിച്ചു. അയാൾ അവന്റെ തോളിൽ താങ്ങി മറുപടി നൽകി. എന്തു പറയാനാ മോനെ, നീ കാണുന്നില്ലേ എല്ലാം വിഴുങ്ങാനുള്ള ആർത്തിയോടെ കടൽ പതഞ്ഞു പൊന്തുന്നത്. ഒരു പാവം വൃതൻ, മഞ്ഞമുടിയൻ മുത്തച്ഛനെന്നോ മറ്റോ ആണ് എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത്. പായ്ക്കപ്പലിൽ കടലിലേക്കിറങ്ങി അദ്ദേഹത്തിന്റെ നാട് വിട്ടുപോയ മകനെ തേടിയാണത്രേ യാത്ര. ഞങ്ങളെല്ലാവരും ആവുന്നത്ര വിലക്കിയതാണ്. തരുമ്പെങ്കിലും കേട്ടിട്ട് വേണ്ടേ? എവിടെ അദ്ദേഹവും പായ്ക്കപ്പലും? അവൻ ആകാംക്ഷയായി. ദാ അങ്ങകലെ. വൃതൻ നടുക്കടലിലേക്ക് കൈ ചൂണ്ടി. അവൻ അങ്ങോട്ടേക്ക് നോക്കി. പൊങ്ങിത്താഴുന്ന തിരമാലകൾക്കിടയിൽ ആടിയുലഞ്ഞ് പായ്ക്കപ്പൽ. അതിലൊരു പൊട്ടുപോലെ അച്ഛൻ. എന്റെ പൊന്നച്ഛ, ഞാനിതാ വന്നു, വേഗം മടങ്ങി വരൂ, അവൻ തൊണ്ട കീറി വിളിച്ചു. ആരു കേൾക്കാൻ? പെട്ടെന്നാണ് വലിയൊരു തിര പായ്ക്കപ്പലിന്റെ തൊട്ടടുത്ത് രൂപം കൊണ്ടത്. അതിന്റെ ശക്തിയിൽപ്പെട്ട് പായ്ക്കപ്പൽ തല കീഴായി മറിഞ്ഞു. അതിൽ നിന്നും തന്റെ അച്ഛൻ തിരപ്പൊക്കത്തിലേക്ക് തെറിച്ചു വീഴുന്നത് കുഞ്ഞൂട്ടൻ നെഞ്ചിടിപ്പോടെ കണ്ടു. കഷ്ടം, കിഴവന്റെ കഥ കഴിഞ്ഞു. കടലോരത്ത് കൂടിയവർ പിറുപിറുത്തു. തിമ്മീങ്കലങ്ങൾക്കും കൂറ്റൻ സ്രാവുകൾക്കും കുശാൽ. മറ്റു ചിലർ പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടല്ലേ. ഇനിയും ചിലർ കുറ്റപ്പെടുത്തി, ഇല്ല, ഒരു തിമ്മീങ്കലത്തിനും സ്രാവിനും അച്ഛനെ വിട്ടുകൊടുക്കില്ല. എന്റെ ജീവൻ കൊടുത്തും അദ്ദേഹത്തെ രക്ഷിക്കും. പറഞ്ഞു തീരും മുമ്പേ കുഞ്ഞൂട്ടൻ പതഞ്ഞു പൊന്തുന്ന കടലിലേക്ക് എടുത്തു ചാടി. അവനെ തടയാനുള്ള സമയം ആർക്കും കിട്ടിയില്ല. തിരമാലകൾ ആ മരപ്പാവ കുട്ടനെ താങ്ങിയെടുത്ത് നടുകടലിലേക്ക് കൊണ്ടുപോയി. തന്തയെ പോലെ ഈ ചെക്കനും വിവരം കെട്ടവനായല്ലോ, ഒരാൾ പറഞ്ഞു.